പന്തക്കുസ്താ പന്തക്കുസ്താ വരവായി പുതു പന്തക്കുസ്താ 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 നൽകണമേ പുതു പന്തക്കുസ്താ സ്വർഗം തുറന്നിടണമേ ആത്മനെ അയച്ചിടണമേ സ്വർഗം തുറന്നിടണമേ ആത്മനെ അയച്ചിടണമേ ആഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പന്തക്കുസ്താ ആഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പന്തക്കുസ്താ ആത്മാവേ റൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ ആത്മാവേ റൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ. യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവജനമേ, ആഗോള കത്തോലിക്ക സഭ പെന്തക്കോസ്ത തിരുനാളിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ കം ഹോളി സ്പിരിറ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകത്തിനു വേണ്ടി കത്തിജ്വലിക്കുവാനായിട്ട് ഏറെ പ്രതീക്ഷയോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ വിശ്വാസികളെയും പ്രിയ സഹോദരി സഹോദരങ്ങളെയും ഈ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ നിങ്ങളെ ഇതാ ക്ഷണിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവർത്തിക്കട്ടെ. ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ ഇന്ന് കത്തി ജ്വലിക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് കത്തി ജ്വലിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വലിയൊരു സുന്ദര നിമിഷമായി മാറ്റപ്പെടട്ടെ. ഞങ്ങളെ കാണുന്ന ഇതിൽ പങ്കാളിയാകുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇതാ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഈ ആരാധനയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രിയമുള്ളവരെ ഈ ആരാധനയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധാത്മാവിനെ ഇതാ നമ്മുടെ ഉള്ളിൽ നമുക്കൊന്ന് കത്തിജ്വലിപ്പിക്കാം. നമ്മുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജ്വലിക്കട്ടെ ജ്വലിക്കട്ടെ ആളിക്കത്തട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നെ എന്നും അധിവസിക്ക എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ ഓരോ മക്കളും കേട്ട് വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാൻ നമ്മുടെ ഉള്ളിൽ എന്നും അധിവസിക്കുവാൻ ഉന്നതനാം തങ്ക പ്രാവേ നീ ഉന്നതനായ പരിശുദ്ധാത്മാവ് എന്നും നമ്മുടെ ഉള്ളിൽ അധിവസിക്കുവാൻ വന്നിരിക്കുകയാണ്. ഉള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാൻ
വസിക്ക യേശുവിന്റെ മേൽ പറന്നിറങ്ങിയ ആത്മാവ്, യേശുവിനെ അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവ് നീ വന്നെന്നിൽ നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്നു. വസിക്ക നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്നു ആ പരിശുദ്ധാത്മാവ്. ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്ക. ആരാധന 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 ചേർന്ന് പാടി ആരാധിക്കാം. ആരാധന 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 ഓ ആരാധന 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 അഭിഷേകത്തോടെ ആരാധിച്ച് പാടാം. ആരാധന യെസ്, ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ഓ ആരാധന 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 ശക്തിയോടെ ആരാധിച്ചുകൊണ്ട് ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ 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 ആരാധന യെസ് യെസ്. ഓ ആമേൻ. ആത്മാവ് ജ്വലിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ, ആ പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സാധിക്കുന്നവരെല്ലാം കരമുയർത്തി ആവർത്തിച്ച് പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒന്ന് ജ്വലിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഓരോ മക്കളെ ജ്വലിപ്പിക്കണമേ, കത്തി ജ്വലിപ്പിക്കണമേ, അഭിഷേകമായി അഗ്നിയായി ജ്വലിപ്പിക്കണമേ. ഓ എന്റെ പ്രിയ പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ജ്വലിക്കട്ടെ ജ്വലിക്കട്ടെ ജ്വലിക്കട്ടെ. ഓ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്വലിക്കട്ടെ. ചേർന്ന് പാടിക്കേ. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നിൽ എന്നും 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 എപ്പോഴും ഉന്നതനാം നമ്മോട് കൂടെ അധിവസിക്കുവാൻ
വന്നെന്നിൽ ആമേൻ. ഹല്ലേലൂയ. എന്നും ഹല്ലേലൂയ. വസിക്കാൻ. ആമേൻ. പ്രിയമുള്ളവരെ ഒന്ന് കണ്ടേ, നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ ആ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഒരിക്കലായി വന്നു കഴിഞ്ഞു. ഒരിക്കലായി അവൻ വന്നു കഴിഞ്ഞു. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ഉന്നതങ്ങളിൽ നിന്ന് ഒരിക്കൽ വന്നു. ആ വന്ന പരിശുദ്ധാത്മാവിനെ ഒന്ന് കണ്ടേ, ആ വന്ന പരിശുദ്ധാത്മാവിനെ ഒന്ന് തിരിച്ചറിഞ്ഞേ. നമ്മളിൽ അധിവസിക്കുവാൻ ഇതാ വന്ന പരിശുദ്ധാത്മാവ് ഇതാ നമ്മളിൽ അധിവസിക്കുകയാണ്. നമ്മോടൊപ്പം വാസമുറപ്പിക്കുവാൻ വന്ന പരിശുദ്ധാത്മാവ് ഇതാ നമ്മുടെ അകത്ത് അവൻ വസിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. നമ്മുടെ ഉള്ളിൽ അവൻ ആത്മാവായി, ആ പരിശുദ്ധാത്മാവ് ആത്മാവായി, അരൂപിയായി പരിശുദ്ധ ത്രിത്വം ഓ പ്രിയമുള്ളവരെ വസിക്കുന്നു, വസിക്കുന്നു. ഇത് വലിയൊരു സത്യമാണ്. ഇതൊരു വലിയ സത്യമാണ്. ഇത് വലിയൊരു രഹസ്യമാണ്. ഈ തിരിച്ചറിവ് കിട്ടുക, ഇതാണ് ഒരു അഭിഷേകം. ഈ തിരിച്ചറിവിലേക്ക് കടന്നു വരിക, അതൊരു വലിയൊരു അഭിഷേകമാണ്. ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേനി. Thank you, Holy Spirit. Thank you, Holy Spirit. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു. നിന്റെ വലിയ പ്രസൻസിനായി നന്ദി പറയുന്നു. നിന്റെ വലിയ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. നീ സഹായകനായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി നന്ദി പറയുന്നു. നീ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അപ്പാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. വെൽക്കം ഹോളി സ്പിരിറ്റ്, വെൽക്കം ഹോളി സ്പിരിറ്റ്. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടൊപ്പം നമ്മൾ ഈ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്, അത് തിരിച്ചറിയുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വ്യാപരിക്കുകയാണ്. എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെട്ടു. യേശുവിനെ എമ്മാനുവേൽ എന്ന പേരിൽ യേശു വിളിക്കപ്പെട്ടു. ശരീരമെടുത്ത് യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ശരീരത്തിലായതുകൊണ്ട് എല്ലാവരോടുമൊപ്പം എല്ലാ സമയങ്ങളിലും ആയിരിക്കുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ യേശു മരിച്ചുയർത്ത് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ദൈവമാത്മാവായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നു. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുകയാണവൻ. ഇപ്പോൾ ദൈവം എമ്മാനുവേലാണ്, പരിശുദ്ധാത്മാവായി. ഈ ദൈവം നമ്മോടൊപ്പം, നമ്മുടെ കൂടെ, നമ്മുടെ അകത്ത് അവൻ വസിക്കുകയാണ്. റിയലി ഇപ്പോഴാണ് അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്നത്. അവന്റെ വലിയ സാന്നിധ്യം അവൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്ത് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ നമ്മളിങ്ങനെ വിളിച്ചു വരുത്തി അങ്ങനെ നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ നമ്മുടെ ചിന്തകൾ പോയേക്കാം പരിശുദ്ധാത്മാവ് സ്വർഗത്തിലാണ് ഇരിക്കുന്നത് എന്ന്. സ്വർഗത്തിലാണ് ഇരിക്കുന്നത്, ആകാശങ്ങൾക്കപ്പുറത്താണ് ഇരിക്കുന്നത് എന്ന് നമ്മുടെ ധാരണ അറിയാതെ നല്ല വിശ്വാസികളും പോകാറുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവേ വരണമേ, പറന്നിറങ്ങണമേ, തീയായി വരണമേ എന്നൊക്കെ അറിയാതെ നമ്മൾ പാടിയോ പ്രാർത്ഥിച്ചോ പോകുന്നത്. നമുക്കറിയാം സുവിശേഷങ്ങളിലെല്ലാം
പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയാണ്. യേശു പലപ്പോഴും പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ, വന്നു കഴിയുമ്പോൾ, ലഭിച്ചു കഴിയുമ്പോൾ എന്നുള്ള പദപ്രയോഗങ്ങൾ യേശു പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇനിയും വരണമേ വരണമേ എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ ഈ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടത്. യേശു വാഗ്ദാനം ചെയ്ത, വരും എന്ന് പറഞ്ഞ, ലഭിക്കും എന്ന് പറഞ്ഞ, വന്നു കഴിയുമ്പോൾ ഇന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞ ആ പരിശുദ്ധാത്മാവ് പ്രിയമുള്ളവരെ പെന്തക്കോസ്തായിൽ വന്നു കഴിഞ്ഞു. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഇതാ മാമോദിസായിലൂടെ ആ അഭിഷക്തൻ, ആ വൈദികൻ നമ്മുടെ ശിരസിൽ വിശുദ്ധ തൈലം പുരട്ടിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ശക്തി നമ്മളിലേക്ക് വന്നു. മാമോദിസായിലൂടെ ഓരോ വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവ് വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം പ്രായം മുന്നോട്ട് പോയപ്പോൾ സഭാ തലവന്മാര്, അഭിനന്ദ പിതാക്കന്മാരോ വൈദികരോ ഇതാ തൈലി ലേപനം എന്നുള്ള ആ വലിയ കൂദാശ നമുക്ക് നൽകി. ആ എണ്ണ, വിശുദ്ധ തൈലം നമ്മുടെ നെറ്റിത്തടത്തിൽ ധരിച്ച് പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഇതാ നമ്മളിൽ ഇടുകയാണ് ചെയ്തത്. അങ്ങനെ മാമോദിസായിലൂടെ കിട്ടിയ പരിശുദ്ധാത്മാവ് തൈലലേപനത്തിലൂടെ ഉറപ്പിക്കപ്പെട്ടു. നമ്മൾ പ്രഘോഷകരായി മാറുവാൻ വേണ്ടി ആ അഭിഷേകം പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് നിലനിൽക്കുന്നു. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം 16 യോഹന്നാൻ 1 കൊരിന്തോസ് 3:16 ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് ഉണ്ട് എന്ന്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്ന്. 2 കൊരിന്തോസ് 6:16 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ട് എന്ന്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നു എന്ന്. കൊളോസ്യോസ് 1:27 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നു എന്ന്. 1 പത്രോസ് 4:14, 1 യോഹന്നാൻ 4:4 പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നു എന്ന്. റോമ 5:5 പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നു എന്ന്. റോമ 8:11 പറയുന്നു, 15 പറയുന്നു, നമ്മുടെ അകത്ത് ഈ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളെ നിറച്ചു എന്ന്. ലേഖന ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് അവിടെ പറയുന്നത്? പരിശുദ്ധാത്മാവ് ഒരിക്കലായി നമ്മുടെ അകത്തുണ്ട്. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല നമ്മൾ നടത്തുന്നത്. പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടിയല്ല, പറത്തി ഇറക്കണമേ എന്നുള്ള പ്രാർത്ഥനയല്ല നമ്മൾ നടത്തുന്നത്. നമ്മുടെ അകത്ത് നൽകപ്പെട്ട, നമ്മുടെ അകത്ത് നിക്ഷേപിക്കപ്പെട്ട ഈ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുന്ന, ഉജ്ജ്വലിപ്പിക്കുന്ന ശുശ്രൂഷയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇവിടെ ഈ പെന്തക്കോസ്തായിൽ നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ഈ വലിയ തിരിച്ചറിവിലേക്ക് ഓരോ വിശ്വാസികളും കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഓരോ വിശ്വാസികളും ഈ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ മരണം വരെയും അജ്ഞതയാൽ, സത്യം അറിയാത്തത് കൊണ്ട് അജ്ഞതയാൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ലഭിക്കണമേ, കിട്ടണമേ, തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കിട്ടിക്കഴിഞ്ഞവര് ആ സത്യം മനസ്സിലാക്കി ആ സത്യത്തിൽ മുന്നോട്ട് പോകുന്നവരായി മാറും. ആ തിരിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നവരായി അവർ മുന്നോട്ട് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ നോക്കിയേ, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാര്, എമ്മൗസിലേക്ക് ശിഷ്യന്മാർ പോയപ്പോൾ അവരോടൊപ്പം ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് യേശുവാണ് ഇതെന്ന് മനസ്സിലായില്ല. അവരുടെ കണ്ണ് തുറന്നല്ലേ ഇരുന്നത്.
ആ വ്യക്തിയോട് സംസാരിച്ചുകൊണ്ട് അവർ നടന്നത്. പക്ഷെ ഇത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായില്ല. കാരണം അവരുടെ ആത്മീയ അന്ധത, ആത്മീയമായ കണ്ണ് തുറക്കപ്പെട്ടില്ലായിരുന്നു. ഇന്ന് ഇതുപോലെയാണ് നല്ല ശതമാനം ക്രൈസ്തവരും. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നറിയാം, പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോഴാണ് വരുന്നതെന്നറിയാം, പരിശുദ്ധാത്മാവ് ഉന്നതങ്ങളിൽ ഉണ്ടെന്നും അറിയാം. എന്നാൽ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ടെന്നും നമ്മുടെ അകത്തു അവൻ വസിക്കുന്നു എന്നും ഇന്ന് പല വിശ്വാസികൾക്കും അറിയാൻ മേല. അതൊരു വലിയ അജ്ഞതയാണ്. എന്നാൽ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി. തന്റെ കൂടെയുള്ളവനെ തിരിച്ചറിഞ്ഞപ്പോൾ, കൂടെ ഇതുവരെ നടന്നവനെ തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു എന്ന് പറയുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള ദൈവ പൈതലേ, നിങ്ങളുടെ കൂടെ ഇപ്പോൾ വസിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന, നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ്, കിട്ടേണ്ട ഒരു ആത്മാവിന് വേണ്ടിയല്ല, ലഭിക്കേണ്ട ഒരു ആത്മാവിന് വേണ്ടിയല്ല, കിട്ടിക്കഴിഞ്ഞ, ലഭിച്ചു കഴിഞ്ഞ നിന്റെ അകത്ത് ദൈവം പരിശുദ്ധാത്മാവിനെ നിക്ഷേപിച്ചു കഴിഞ്ഞിരിക്കുക. ഈ പരിശുദ്ധാത്മാവിനെ ആര് തിരിച്ചറിയുന്നു? എൻ്റെ അകത്ത് വസിക്കുന്ന ആ പരിശുദ്ധ ത്രിത്വത്തെ ആര് തിരിച്ചറിയുന്നു? അതാണ് ആത്മീയ കണ്ണ് തുറക്കൽ. അവന് മാത്രമേ ജ്വലിക്കാൻ പറ്റുകയുള്ളൂ. അവൻ അവിടെ ഇരുന്ന് ജ്വലിക്കും. അവന് ഓർഗന്റെ ഋതം വേണ്ട, അവന് പാട്ട് പാടണ്ട, അവൻ അവിടെ ജ്വലിക്കുവാനായിട്ട് തുടങ്ങും. അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? തിരിച്ചു നടന്നു. യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവര് തിരിച്ച് ജെറുസലേമിലേക്ക് നടക്കുകയാണ്. ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആത്മീയ കണ്ണ് തുറക്കുന്ന വ്യക്തികൾ, അവരുടെ ജീവിതത്തിൽ ഒരു തിരിച്ചു നടപ്പുണ്ട്. ഹല്ലേലൂയ. ഇതാ പരിശുദ്ധാത്മാവിന്റെ കൂടെയുള്ള ഒരു ജീവിതം, ഒരു ജീവിത ശൈലി, അതാണ് ക്രൈസ്തവ ജീവിതം. ചാകുന്നത് വരെയും മരിക്കുന്നത് വരെയും പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനാ ജീവിതമല്ല ക്രൈസ്തവ ജീവിതം. ലഭിച്ചു കഴിഞ്ഞ, നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞ, നൽകിക്കഴിഞ്ഞ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്ന, യൂസ് ചെയ്ത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കലാണ് ഒരു വിശ്വാസ ജീവിതം, ഒരു ജയജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദാഹരണം, ഒരു സഹോദരൻ ഇങ്ങനെ പറയുകയാണ്, എനിക്കൊരു ഇന്നോവ കാർ കിട്ടിയാൽ, ആ കാറ് കിട്ടിയാൽ ആ കാറെ ഞാനൊരു യാത്ര ചെയ്യും, പാറപ്പിക്കും. ഞാൻ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഞാൻ പോകും, എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഞാൻ പോകും, എൻ്റെ വീട്ടുകാരെല്ലാം കയറ്റിക്കൊണ്ട് ഞാൻ പോകും, എൻ്റെ സ്നേഹിതരുടെ മുമ്പിലൊക്കെ അതിലൊന്ന് പോയി എനിക്ക് നടക്കണം. എന്താ, വണ്ടി കിട്ടുമ്പോൾ 5 വർഷമായി, 10 വർഷമായി, 25 വർഷമായി, 50 വർഷമായിട്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചാകാറായി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അദ്ദേഹം ആ ആശയോടെ അത് കിട്ടാതെ അത് മരിക്കുന്നു. അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പ്രിയമുള്ള ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഞാൻ സ്നേഹത്തോട് പറയട്ടെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും, പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, സുവിശേഷ വേലയും വിശുദ്ധ ജീവിതം ഞാൻ നയിക്കുമെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. നിങ്ങൾ 5 വർഷം കഴിഞ്ഞു, 10 വർഷമായി, 25 വർഷമായി, 50 വർഷമായി, വയസ്സ് ഇത്രയും ആയില്ലേ നമുക്ക്? നീ എന്നാ ഇത് കിട്ടുന്നത്? ചാകുന്നതിന് മുമ്പെങ്കിലും നമുക്ക് കിട്ടുമോ ഇത് ലഭിക്കാതെ മരിച്ചു കഴിഞ്ഞാലോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനോഭാവത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ഇത് കിട്ടിയാലല്ലേ ആ പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ജീവിതം നമുക്ക് നയിക്കണ്ടേ? അത് പരിശുദ്ധാത്മാവിനെ കിട്ടാത്തത് കൊണ്ടല്ല പ്രിയമുള്ളവരെ. ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞു, നിക്ഷേപിച്ചു കഴിഞ്ഞു എന്ന് തിരിച്ചറിയുക. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? പൗലോസ് ചോദിക്കുക, നിങ്ങൾ അറിയുന്നില്ലേ? അറിയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം,
പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാ. നിങ്ങൾ അറിയുന്നില്ലേ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് നീ ഒരു ദൈവത്തിന്റെ ആലയമാണെന്നും അറിയുന്നില്ലേ? ഈ ഒരു അറിവ് ഒരു അഭിഷേകമാണ്. ഈ അറിവാണ് ഒരു അഭിഷേകം. അഭിഷേകത്തിന്റെ തുടക്കം അതാ. തീ വരണം, പ്രാവ് വരണം, കൊടുങ്കാറ്റ് വരണം. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഈ തിരിച്ചറിവ് നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന സക്രാരിയ. പള്ളിയിൽ ഒരു സക്രാരികളുണ്ട്, ആ സക്രാരിക്ക് ജീവനില്ല. എന്നാൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ഒരു സക്രാരിയാണ്. പ്രിയമുള്ളവരെ, ജീവിക്കുന്ന ഒരു സക്രാരികളാണ് നമ്മൾ. നമ്മുടെ അകത്ത് ജീവിക്കുന്ന ദൈവം, 2 കൊരിന്ത്യർ 6:16, ജീവിക്കുന്ന ദൈവം നമ്മുടെ അകത്തുണ്ട്. നമ്മൾ ജീവിക്കുന്ന സക്രാരികളാണ്, ചലിക്കുന്ന സക്രാരികളാ. നീ യേശുവിനെ തേടി എങ്ങും പോകണ്ട, ദൈവത്തെ തേടി എങ്ങും പോകണ്ട, പുണ്യസ്ഥലങ്ങളിലേക്ക് പോകണ്ട, തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ പോകണ്ട, ദൈവത്തെ കാണാൻ പള്ളിയിലോട്ട് പോകണ്ട. പിന്നെയോ ആ ദൈവം ഇറങ്ങി വന്ന് നിന്റെ അകത്ത് വസിക്കുക. നീ അകത്തോട്ടൊന്ന് നോക്കിക്കേ, അവൻ ആത്മാവായി നിന്റെ അകത്ത് വസിക്കുന്നു. ഈ അകത്ത് വസിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും. ഞങ്ങൾ വന്ന്, ആര്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും. അപ്പോൾ ആത്മാവായ ദൈവം, ആത്മാവായ യേശു, ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വാസമുറപ്പിക്കുക. ഒരു സഹവാസം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള സഹവാസം, അതിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. എന്നും പാട്ടും പാടിക്കൊണ്ടിരുന്നാ പോരാ. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നു. ഒരു ലൈഫ് ഉണ്ട്, ജീവിതമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യയിലെ സഭയ്ക്ക് ലേഖനം എഴുതി, വലിയ വലിയ ഉപദേശങ്ങളെല്ലാം നൽകി എഴുതി പൂർത്തീകരിച്ചപ്പോൾ, ഈ ലേഖനങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളാണ്, സഭാപ്രബോധനങ്ങളാണ്. സഭാപ്രബോധനങ്ങളുടെ കൂട്ടത്തിൽ ഈ ലേഖനങ്ങളെല്ലാം നമ്മൾ ചേർക്കണം. സഭ എന്ന് പറയുന്നത് വിശ്വാസം സ്വീകരിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവരാണ് സഭ. ആ സഭയ്ക്ക് എഴുതിയ കത്താണ് ലേഖനങ്ങളെല്ലാം. അപ്പൊ കൊരിന്ത്യയിലെ സഭയ്ക്ക് കത്തുകളെല്ലാം തീർന്നപ്പോൾ ഏറ്റവും അവസാനം പൗലോസ്ലീഹ ഒരു ബ്ലെസ്സിങ്, ആശീർവാദം കൊടുക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ തിരുവചനം. എന്താണ് വചനം? പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ചെറുപ്പം മുതലേ വൈദികരിൽ നിന്ന്, അഭിവന്യ പിതാക്കന്മാരിൽ നിന്ന്, ധ്യാന ഗുരുക്കന്മാരിൽ നിന്നെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായത്. നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ഇതിനെ കാണാറില്ല, അതിൻ്റെ അർത്ഥവ്യാപ്തി നമ്മൾ മനസ്സിലാക്കാറില്ല. അതിനകത്ത് പറയുന്നൊരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഇപ്പോഴും എപ്പോഴും നിങ്ങളോട് കൂടെ. ആരോടുകൂടെ? വിശ്വാസികളോടുകൂടെ, ദൈവജനത്തോടുകൂടെ, ദൈവ മക്കളുടെ കൂടെ സഹവാസം ഉണ്ടായിരിക്കട്ടെ. അപ്പൊ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു സഹവാസത്തിലേക്കാണ് സഭ നമ്മളെ ക്ഷണിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ ക്ഷണിക്കുകയാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് ബന്ധം, ഒരു നല്ല റിലേഷൻഷിപ്പ്, ഒരു സഹവാസം നമുക്കുണ്ടാകണം. ആ സഹവാസം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇല്ലാത്ത ഒരാളുമായിട്ട് സഹവാസം ഉണ്ടാക്കാൻ പറ്റിയേല, ഉള്ള ആളുമായിട്ട് സഹവാസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അകത്ത് അവൻ വസിക്കുക. ആ നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവുമായിട്ട് പ്രിയ ദൈവജനമേ നിങ്ങൾക്കൊരു ബന്ധമുണ്ടാകട്ടെ. സഹവസിച്ചേ. ഹല്ലേലൂയ.
വർഷത്തിലൊന്ന് പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന 10 ദിവസം നമ്മൾ ഭയങ്കര വിളിച്ച് പ്രാർത്ഥിച്ച് വലിയ തിരുനാൾ പോലെ ആഘോഷിച്ച് വർഷത്തിലൊന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഓർക്കേണ്ടവരല്ല. നമ്മൾ ഈ 31-ാം തീയതി കഴിയുമ്പോൾ ആ വലിയ വെടിക്കെട്ട് തീർന്നതുപോലെ ഒരു അനുഭവമാണ്. പിന്നെ തീർന്നു. പിന്നെ അടുത്ത വർഷം നോക്കിയിരിക്കുക പരിശുദ്ധാത്മാവിനെ വിളിക്കാൻ. അതാണോ ക്രിസ്തീയ ജീവിതം? അതാണോ ക്രിസ്തീയ ജീവിതം? നമ്മുടെ ജീവിത പങ്കാളിയെ വിവാഹം കഴിച്ചവര് വിവാഹം കഴിച്ച അന്ന് മുതൽ അവര് 2 അല്ല 1. അവരുടെ മരണം വരെയും വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ 1 2 അല്ല. 2 വീട്ടിൽ കഴിഞ്ഞവര് അന്ന് മുതൽ ഒരു വീട്ടിൽ ഒരു മുറിയിൽ അവര് കഴിയുകയാണ്, സഹവസിക്കുകയാണ്. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അവർക്ക് ഒത്തിരി കാര്യങ്ങൾ വർത്താനം പറയാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, രാത്രിയും പകലും. അതാണ് സഹവാസം, സഹവസിക്കുക. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ, ഒരിക്കലും വേർപെടുത്താതിരിക്കട്ടെ. അതാണ് ആ ബന്ധം. ഇതുപോലൊരു ബന്ധം, ഇതിനപ്പുറത്തെ ഒരു ബന്ധമാണ് പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു സഹവാസം. മണവറയിൽ ഭാര്യയും ഭർത്താവും ആദ്യ രാത്രി മാത്രമല്ല, എല്ലാ രാത്രികളും ഒന്നിച്ച് അവർ പങ്കുവയ്ക്കലും ഷെയറിങ്ങും സ്നേഹവും പങ്കുവയ്ക്കലാണ്. അതാണ് ബന്ധം, അതാണ് സഹവാസം. പരിശുദ്ധാത്മാവുമായിട്ട് ഈ ഒരു ബന്ധം ആവശ്യമാണ്. വർഷത്തിലൊന്ന് വെഡിങ് ഡേയുടെ അന്ന്, വിവാഹ വാർഷികത്തിന്റെ അന്ന് മാത്രമാണോ ഈ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത്? ഒരാഴ്ചക്കാലം ഒരു ദിവസം പൂ കൊടുത്ത്, ഒരു ദിവസം മുട്ടായി കൊടുത്ത്, അടുത്ത ദിവസം വേറെ എന്തെങ്കിലും കൊടുത്ത്, വെഡിങ് ഡേയുടെ അന്ന് വലിയൊരു കേക്ക് കൊണ്ടുവന്ന് വെച്ച് മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് ഒരു ഉമ്മയും കൂടെ കൊടുത്ത് രാത്രി ഭയങ്കര സ്നേഹവും കാണിച്ച് വർഷത്തിലൊന്ന് ഭാര്യയുമായിട്ട് ഈ സ്നേഹം പങ്കുവെച്ചാൽ മതിയോ? അല്ല, എവറി ഡേ, എവറി ടൈം. അതാണ് ബന്ധം, ഭാര്യ ഭർത്തൃ ബന്ധം. പരിശുദ്ധാത്മാവുമായിട്ട് ഇതുപോലെ ഒരു ഇന്റിമേറ്റ് ബന്ധത്തിലേക്കാണ് സഭ, പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നത്. എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? സഹവാസം, നിങ്ങളുടെ കൂടെയായിരിക്കാൻ. യോഹന്നാൻ 14:16 പറയുകയാണ്, എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുവാൻ ഒരു സഹായകനെ. ഹല്ലേലൂയ. എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുവാൻ ഒരു സഹായകനെ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 14:26 പറയുകയാണ്, സഹായകനായ പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരിടുന്ന ഏത് പ്രശ്നമായിക്കോട്ടെ, ഏത് പ്രതിസന്ധികളായിക്കോട്ടെ, ആ പ്രതിസന്ധികളിൽ നമ്മെ സഹായിക്കാൻ, ഹെൽപ്പ് ചെയ്യാൻ ആണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാൻ. ഹല്ലേലൂയ. ശരീരം എടുത്തു വന്ന യേശുവിന് എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാൻ പറ്റിയല്ല. മനസ്സിലായോ? ആത്മാവായിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നുള്ളവരെ, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ വസിക്കുന്ന ഒരാത്മാവാണ് നമ്മുടെ ഉള്ളത്. പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു? പഴയ നിയമത്തിൽ ദൈവം അവരുടെ കൂടെ നടക്കുകയായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ കൂടെയല്ല, കൂടെ ഉണ്ട് എങ്കിലും അതിനപ്പുറത്ത് നമ്മുടെ അകത്ത് വസിക്കുക. ഹേനോക്കിന്റെ അകത്ത് ദൈവം വന്നില്ല, ഹേനോക്കിന്റെ കൂടെയാണ് നടന്നത്. അബ്രഹാത്തിന്റെ അകത്ത് ദൈവം വന്നില്ല, അബ്രഹാത്തിന്റെ കൂടെ വന്നത്. മോശയോടൊപ്പമാണ് നടന്നത്, മോശയുടെ അകത്ത് വന്നില്ല. യോശുവായോട് പറയുന്നത്, മോശയോട് എന്നതുപോലെ ഞാൻ നിന്റെ കൂടെ വരും. എന്നാൽ പുതിയ നിയമത്തിൽ കൂടെ വരുന്നൊരു ദൈവമല്ല, കൂടെ വരുന്ന പരിശുദ്ധാത്മാവല്ല, പിന്നെയോ നമ്മുടെ അകത്ത് വസിക്കും. ഞങ്ങൾ വന്ന് അവന്റെ അകത്ത് വാസമുറപ്പിക്കും. ഹല്ലേലൂയ. അവനൊരു ഗസ്റ്റ് അല്ല,
പരിശുദ്ധാത്മാവ് ഗസ്റ്റ് അല്ല. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരുമ്പോൾ വന്നിട്ട് പോകുന്ന, ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ 5-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന്റെ സമയത്ത് വന്നിട്ട് പോകുന്ന ഒരു വിസിറ്റിംഗ് പ്രൊഫസർ അല്ല പരിശുദ്ധാത്മാവ്. പെന്തക്കോസ്താടെ അന്ന് മാത്രം വന്നിറങ്ങി പോകുന്ന പരിശുദ്ധാത്മാവ് അല്ല. ഒരു വിസിറ്റിംഗ് പ്രൊഫസർ അല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുക. നമ്മുടെ ബന്ധുക്കാരൊക്കെ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ വന്നിട്ട്, പണ്ടത്തെ കാലഘട്ടത്തൊക്കെ നമ്മുടെ ബന്ധുക്കാരൊക്കെ വീട്ടിൽ വന്ന് അന്ന് രാത്രി അവിടെ കിടക്കും. നല്ല ആഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി, നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, നല്ല കോഴീനെ പിടിച്ചു കൊന്ന് നല്ല കോഴിയിറച്ചിയൊക്കെ തീറ്റിച്ചിട്ടേ വിടുകയുള്ളൂ. നല്ല ബന്ധം. ഒരു പക്ഷേ ചിലപ്പോൾ 2 ദിവസം കൂടെ കിടന്നിരിക്കും. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മയിൽ ഞാനുണ്ട്. ഇന്ന് ആരും ബന്ധുക്കാരും സാധാരണ വീട്ടിൽ വന്ന് കിടക്കാറില്ല. സമയമില്ല, അവർ വന്നിട്ട് പോവുകയാണ്. നമ്മുടെ ഗസ്റ്റുകൾ, ബന്ധുക്കാർ എല്ലാം പ്രിയമുള്ളവരെ അവർ വന്നു പോകുന്നവരാ. എന്നാൽ വീട് പണിത വീടിൻ്റെ ഉടമ അതിനകത്ത് എന്നും വസിക്കുക. നമ്മളെ ദൈവം പണിതു. ഏദൻ തോട്ടത്തിൽ ദൈവം തൻ്റെ കരങ്ങളാൽ മണ്ണുകൊണ്ട് നമ്മളെ മെനഞ്ഞു. എന്തിനാ ദൈവം മെനഞ്ഞത്? ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് എന്തിനാ മെനഞ്ഞത്? ബാക്കി എല്ലാത്തിനെയും ഉണ്ടാകട്ടെ, ഉണ്ടായി. വീണ്ടും ഉണ്ടാകട്ടെ, ഉണ്ടായി. ഓരോ ദിവസവും എഴുന്നേറ്റ് പറയാ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. മനുഷ്യന് വേണ്ടതെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം മനുഷ്യനെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞോ? ഇല്ല. മനുഷ്യനെ തൻ്റെ കരങ്ങൾ കൊണ്ട് മണ്ണെടുത്ത് അവനെ രൂപപ്പെടുത്തി, മനുഷ്യനെ ഉണ്ടാക്കി. തനിക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ തൻ്റെ ഛായയിൽ ഉണ്ടാക്കി. എന്തിനാ? ഒരിക്കൽ ഇവന്റെ അകത്തെനിക്ക് വസിക്കണം. ദൈവത്തിന് വസിക്കുവാൻ ദൈവത്തിന്റെ സ്വഭാവമുള്ള ഛായയുള്ള ഒരാലയം ദൈവം അന്നേ പണിതു. ഇന്ന് ആ ദൈവം നമ്മുടെ കൂടെ അവൻ വസിക്കുകയാണ്. അവൻ നമ്മുടെ അകത്ത് വസിക്കുകയാണ്. എപ്പോഴും നമ്മോട് കൂടെ ബന്ധപ്പെടുവാൻ, എപ്പോഴും സംസാരിക്കുവാൻ. ഒരു ഭാര്യ ഭർത്താവിന് എന്തേരം സംസാരം കാണും, എന്തേരം കാര്യങ്ങളുണ്ട് സംസാരിക്കാനായിട്ട്. ഇതുപോലെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധത്തിലോട്ട് നമ്മൾ കടന്നു വരുന്നവരായി മാറുക. നമ്മൾ അങ്ങ് ദൂരെ ഇരിക്കുന്ന ഒരു ആത്മാവിനെ അല്ല നമ്മൾ കാണേണ്ടത്. ദൂരെ ഇരിക്കുന്ന ആത്മാവിനെ അല്ല. വിവാഹത്തിന് മുമ്പ് ഭാര്യ ദൂരെയായിരുന്നു, ഭർത്താവ് ദൂരെയായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നായി മാറി. മാമോദിസായിലൂടെ, സ്ഥൈര്യവനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നിരിക്കുക. ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ജീവിതമില്ലേ? ഒരു ജീവിതം നമ്മൾ നയിക്കണ്ടേ? മരിച്ചു കഴിയുമ്പോൾ, സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ കിട്ടേണ്ടതല്ല ഇത്. പലരും ധരിച്ചു വെച്ചിരിക്കുന്ന എങ്ങനെയും സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെയും കാണാം, പിന്നെ യേശുവിനെയും കാണാം, പരിശുദ്ധ ദൈവത്തെ എല്ലാം കാണാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു അടിപൊളി ജീവിതമുണ്ട്. ആ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ ഭയങ്കര പ്രാർത്ഥന. അല്ല പ്രിയമുള്ളവരെ, മരിച്ചു കഴിയുമ്പോൾ പുതിയൊരു ലോകത്തിലേക്ക് നമ്മൾ കയറുന്നില്ല. ഇവിടെ തുടങ്ങുന്നവർക്ക് മാത്രമേ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം, ഒരു വിശ്വാസ ജീവിതം, ഒരു ജയ ജീവിതം ഇവിടെ തുടങ്ങുന്നവർക്ക് മാത്രമേ അവിടെ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ, അവിടേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ തുടങ്ങ്. ഒന്ന് തിരിച്ചറിയുക, നമ്മുടെ ഉള്ളിൽ അവൻ വന്നു കഴിഞ്ഞു. ഓൾറെഡി പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്. ഇവനെ തിരിച്ചറിഞ്ഞേ നമ്മൾ. ഇവനെ ഒന്ന് ജ്വലിപ്പിച്ചേ. ആ പരിശുദ്ധാത്മാവോട് സംസാരിച്ചേ. ഒരാഴ്ചയായി, 1 മാസമായി, 1 വർഷമായിട്ടും പരിശുദ്ധാത്മാവുമായിട്ട് ഭാര്യയായിട്ട് സംസാരിക്കുന്നില്ലെങ്കിലോ, 25 കിലോമീറ്റർ യാത്രയുള്ള ആ ബസ്സിൽ കയറി അല്ലെ കാറിൽ നിങ്ങൾ യാത്ര ചെയ്യുക ഭാര്യയുമായിട്ട്. അവിടെ ചെന്ന് ആ കാര്യങ്ങൾക്ക് സാധിച്ച് വീട്ടിൽ വരുന്നത് വരെയും കൂടെയുള്ള പരിശുദ്ധ ഭാര്യയോട് നിങ്ങളൊന്നും മിണ്ടുന്നില്ലെങ്കിലോ, സംസാരിക്കുന്നില്ലെങ്കിൽ ആ ഭാര്യയുടെ വേദന ഒന്ന് ആലോചിച്ചേക്കേ. ഇതുപോലെയാ നമ്മുടെ അകത്ത് വസിക്കുന്ന, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ തിരിച്ചറിയാതെ പരിശുദ്ധാത്മാവിനോട് ഒന്ന് കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനുണ്ടാകുന്ന വേദന, അതാണ് ബൈബിൾ പറയുന്നത്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ അകത്ത് വന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന് ലോലമായ ഒരു മനസ്സുള്ളയാളാണ്.
ലോല ഹൃദയന. യേശുവിനെ പോലെയല്ല. യേശുവിനും കുഴപ്പമില്ല. യേശുവിനെതിരെ എന്ത് ചെയ്യാ, തെറി പറഞ്ഞാലും കുഴപ്പമില്ല, ചീത്ത പറഞ്ഞാലും അടിച്ചാലും ഇടിച്ചാലും ഒരു കുഴപ്പമില്ല. ഊമനെ പോലെയൊക്കെ മിണ്ടാതിരുന്നോളൂ. പരിശുദ്ധാത്മാവ് ഒരു ലോല ഹൃദയമുള്ളയാള്. പെട്ടെന്ന് ഫീലിങ്സ് ഉണ്ടാകും, പെട്ടെന്ന് വേദന ഉണ്ടാകും. നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിളിക്കുന്നില്ലെങ്കിൽ സഹവാസം, പരിശുദ്ധാത്മാവുമായിട്ട് സഹവാസത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും എനിക്ക് ഈ ഒരു വെളിപ്പാട് കിട്ടിയത്, ഈ ഒരു അനുഭവം എനിക്ക് കിട്ടിയത് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മുതൽ ഈ ഒരു ദർശനത്തിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അത് കഴിഞ്ഞാണ് തോമസ് പോൾ ബ്രദറൊക്കെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എനിക്ക് വളരെ സന്തോഷമായി. ജോൺ ഡി ബ്രദർ ഡോക്ടർ, അദ്ദേഹം ശുശ്രൂഷ ആരംഭിക്കുമ്പോഴും ഏത് സമയം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാവുന്ന, പരിശുദ്ധാത്മാവിനെ അവസാനത്തേക്ക് നീട്ടിവെക്കുന്നയാളല്ല അദ്ദേഹം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം, സംസാരം. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ, രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ആദ്യം ബെഡായിരുന്നുകൊണ്ട് തന്നെ പറയും, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, ഗുഡ് മോർണിംഗ് അബാ ഫാദർ, ഗുഡ് മോർണിംഗ് ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്, താങ്ക് യു അബാ ഫാദർ, ഐ ലവ് യു ഹോളി സ്പിരിറ്റ്, ഐ ലവ് യു ഹോളി. പരിശുദ്ധാത്മാവ് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. യേശു ചോദിച്ചില്ലേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്? പത്രോസിന് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 3 പ്രാവശ്യം ചോദിച്ചു. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അവൻ നമ്മുടെ കൂടെയുണ്ട്. ഭാര്യയെക്കാളും, ഭാര്യ കൂടെ പുറത്താണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുമുണ്ട് പുറത്തുമുണ്ട്. ഞാൻ അവനിലും അവൻ എന്നിലും. ഇപ്പോൾ മനസ്സിലായോ? അവൻ എന്നിലും ഞാൻ അവനിലും. അവൻ നമ്മുടെ അകത്തുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഐ ലവ് യു. രാത്രി കിടക്കാൻ നേരത്തെ ഏറ്റവും അവസാനം ബെഡായിരുന്നുകൊണ്ട് പറയും, ഗുഡ് നൈറ്റ് ഹോളി സ്പിരിറ്റ്, ഗുഡ് നൈറ്റ് ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു അവർ ഫാദർ, താങ്ക് യു ലോർഡ്. പറഞ്ഞിട്ടേ കിടക്കാവുള്ളൂ. ഞാൻ ഒടുങ്ങി പോകാൻ നേരത്ത് പറയും, കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ്, മുകളിലുള്ള പരിശുദ്ധാത്മാവ് വരാനല്ല, എൻ്റെ കൂടെയുള്ള പരിശുദ്ധാത്മാവ് പറയാ, വാ നമുക്കൊന്നിച്ച് പോകാം, നമുക്കൊന്നിച്ച് പോകാം. ആ പരിശുദ്ധാത്മാവിനോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഇല്ല, പലപ്പോഴും ആ പ്രസൻസ് എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. 1-2 മണിക്കൂറുകളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ആദ്യം പാട്ടുപാടി അങ്ങ് പരിശുദ്ധാത്മാവിനെ അങ്ങോട്ട് സ്തുതിച്ചങ്ങോട്ട്, പരിശുദ്ധാത്മാവിനെ സ്തുതിച്ചങ്ങ് തുടങ്ങി കുറേ കഴിയുമ്പോൾ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം അങ്ങോട്ട് വരും. 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഉറക്ക പാട്ടുപാടി ആരാധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ പോയത് അറിയല, സമയം പോയത് അറിയല. വഴി കൂടെ സ്പീഡിലെ വണ്ടി പോകുന്നു, പക്ഷേ അവിടെ ചെല്ലും സ്ഥലത്ത് പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു സഹവാസം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു സഹായിയാണ്. സഹായകൻ. നിങ്ങൾ ഏത് പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അടുക്കളപ്പണി ചെയ്യുന്നവരായിക്കോട്ടെ, പഠിക്കുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, കൃഷി ചെയ്യുന്നവരായിക്കോട്ടെ, ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഒരു സഹായകനാണ്. നിങ്ങളെ ഉപദേശിക്കുന്ന വ്യക്തിയാ. യെസ്, ഒന്ന് വിളിച്ചാൽ മതി, അവന്റെ പ്രസൻസ് നിങ്ങൾക്ക് അനുഭവിക്കാന്നേ. നമുക്കെല്ലാ മന്ത്രിമാർക്കും ഓരോ പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ട്, ഉപദേശകരുണ്ട്. അവരെ ഉപദേശകരെന്നാ പറയുന്നത്. അങ്ങനെയുണ്ട്. പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. ജയിച്ച് വന്ന മന്ത്രിമാരെല്ലാം വലിയ ലോകജ്ഞാനമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അറിവോ ഉണ്ടായിരിക്കണമെന്നില്ല. എന്നാൽ ഇവർക്കെല്ലാം പ്രൈവറ്റ് സെക്രട്ടറി, അവരാണ് ഉപദേശങ്ങൾ കൊടുക്കുന്നത്. നിയമപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവരാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എപ്പോഴും അവർ കൂടെ കാണും. അവരുടെ ഉപദേശമാണ് അവർ സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് ഫറവോ ജോസഫിനെ പ്രധാന മന്ത്രിയായിട്ട്, പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ പ്രധാനപ്പെട്ട മന്ത്രിയായിട്ട് വെച്ചു, പ്രധാനമന്ത്രിയായി വെച്ചു, രണ്ടാമനായിട്ട് വെച്ചു. ഇതുപോലെ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഓരോരുത്തരെയും പ്രൈവറ്റ് സെക്രട്ടറിമാരാ. നിങ്ങളെ ഏത് കാര്യങ്ങളിലും ഉപദേശിക്കാൻ, സഹായിക്കാൻ, ഉപദേശം നൽകാൻ, ഹെൽപ്പ് ചെയ്യാൻ, ഹെൽപ്പർ. ആമേൻ, ഹല്ലേലൂയ. ഒരു ഹെൽപ്പറാ. ഇതൊക്കെ അവൻ നമ്മുടെ കൂടെയുണ്ട്, എൻ്റെ അകത്തുണ്ട്. അവനെ തിരിച്ചറിയാനുള്ള കണ്ണ് തുറക്കണം നമ്മൾ. ഈ കണ്ണ് തുറക്കുന്നവർക്ക് അവനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു 10 രൂപ പോക്കറ്റിൽ ഉണ്ട് എന്ന് എപ്പോഴാര് തിരിച്ചറിയുന്നു,
അത് കാണുന്നവർക്ക് 10 രൂപ ഉപയോഗിച്ച് ഒരു ചായ വാങ്ങാൻ പറ്റുള്ളൂ. ഉണ്ടെങ്കിലും അത് ഉള്ളതായിട്ട് കാണാതിരുന്നാലോ അവൻ ആരോടെങ്കിലും ചോദിക്കും, 10 രൂപ തരാവോ, 10 രൂപ തരാം. എന്തിനാ? ഒരു ചായ കുടിക്കാനാ. ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പോക്കറ്റിലോട്ട് നോക്കി തപ്പിയാൽ 10 രൂപ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നവൻ അത് ഉപയോഗിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുക നമ്മൾ. എന്തിനാ? തിരിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ജീവിതം. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിച്ചാൽ മതി നമ്മൾ. ഹല്ലേലൂയ. അതാണ് 2 തിമോത്തി അതിന്റെ 1-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. 6-ാമത്തെ തിരുവചനം എന്താ? പൗലോസ്ലീഹ പറയുകയാണ്, തിമോത്തിക്ക് കത്തെഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോട് പറയുകയാണ്, എന്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം, ലഭിച്ച ദൈവിക വരം, നമുക്ക് ലഭിച്ചു ദൈവിക വരം, ദൈവത്തിന്റെ കൃപാവരം, ദൈവത്തിന്റെ അഭിഷേകം. ആമേൻ. നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ കൈവപ്പിലൂടെ നമുക്ക് കിട്ടിയത്. ഈ ദൈവിക വരം ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിനെ ഉജ്ജ്വലിപ്പിക്കണം. നീ ജ്വലിപ്പിക്കുന്നേ. അത് ജ്വലിപ്പിക്കേണ്ടത് ദൈവത്തിന്റെ ജോലിയല്ല. പൗലോസ്ലീഹ പറയാണ്, നീ ജ്വലിപ്പിക്ക്. നമ്മൾ എന്നായും ദൈവത്തെ ഏൽപ്പിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. അത് ദൈവത്തെ ഏൽപ്പിക്കരുത്. ദൈവം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ദൈവം ചെയ്യും ദൈവത്തിന്റെ സമയങ്ങളിലൊക്കെ. നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യം നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ ദൈവത്തെ ഏൽപ്പിക്കരുത്. ദൈവമേ എന്നെ ജ്വലിപ്പിക്കണമേ എന്നല്ല, നീ ജ്വലിപ്പിക്ക്. നിന്റെ ഉള്ളിൽ നൽകപ്പെട്ട ആത്മാവുണ്ട്, നിന്റെ കൂടെ വസിക്കുന്ന ഒരു ജീവിത പങ്കാളി, അതാണ് പരിശുദ്ധാത്മാവ്. നിന്റെ കൂടെ അവൻ വസിക്കുകയാണ്. അതിന് തിരിച്ചറിഞ്ഞ് ഒന്ന് സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് നിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ഒന്ന് ഇടപഴിപ്പിച്ചേ, ഒന്ന് ജ്വലിപ്പിച്ചേ. പണ്ടൊരിക്കൽ എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ യാദൃശ്യമായിട്ട് ഞാൻ അവിടെ ചെന്നു. വർത്താനം എല്ലാം പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചായ എടുത്തോളാൻ പറഞ്ഞു. എനിക്ക് ചായ വലിയ ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിലുള്ള ചേട്ടനുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ ചേച്ചി ചായയായിട്ട് ഓടി വന്നു. ചായ സന്തോഷത്തോടെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചായ കുടിച്ചു. ഉടനെ തന്നെ പിൻവലിച്ചു, ചായ ഗ്ലാസ് പിൻവലിച്ചു. അയ്യോ അതിനാ ബ്രദറെ, ഞാൻ ഒന്ന് പരിങ്ങി. അതിനാ ബ്രദറെ മധുരം കുറവാണ്. ആ മധുരം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. അയ്യോ ഞാൻ മധുരം ഇട്ടതാണല്ലോ. അല്ല മധുരം ഇതിനകത്തില്ല. അയ്യോ ബ്രദറെ ഞാൻ പഞ്ചസാര ഇട്ടതാ. ആ സ്ത്രീ പറഞ്ഞു ശരിയാ, പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ശരിയാ, അതിനകത്ത് മധുരമില്ല. ആ സ്ത്രീ പറയാ പഞ്ചസാര ഇട്ടു. ഞാൻ പറഞ്ഞു ഇതിനകത്ത് മധുരമില്ല. രണ്ടും ശരിയാ പറഞ്ഞത്. അതെന്താ? അവര് ഇളക്കാൻ മറന്നുപോയി. ചായക്കകത്ത് പഞ്ചസാര ഇട്ടെങ്കിലും ഇളക്കാൻ മറന്നുപോയി. പഞ്ചസാര ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, മധുരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ പഞ്ചസാരയുടെ ഗുണം അവിടെ വെളിപ്പെടുന്നില്ല. എന്താ കാരണം? ഇളക്കിയില്ല. എന്നാൽ വീണ്ടും ഒരു സ്പൂൺ ഇട്ട് ഇളക്കിയെല്ലാം എനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ രുചിയായി. ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ അകത്തുണ്ട്. ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ അശുദ്ധിയിലേക്ക് പോകുന്നത്, ഇല്ലാത്തത് കൊണ്ടല്ല പാപത്തിലേക്ക് പോകുന്നത്, ഇല്ലാത്തത് കൊണ്ടല്ല നിരാശയിലേക്ക് പോകുന്നത്. നിന്റെ അകത്ത് നൽകപ്പെട്ട ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ജ്വലിപ്പിക്കാത്തത് കൊണ്ടാ. നിങ്ങളൊന്ന് ഇളക്കിക്കേ, ഒന്ന് ജ്വലിപ്പിച്ചേ. നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കണം, ഉജ്ജ്വലിപ്പിക്കണം. തുണിയെല്ലാം നനയ്ക്കാൻ നേരത്ത് നമ്മളെല്ലാം ബക്കറ്റിനകത്തേക്ക് സർപ്പെടുത്തിടും. സോപ്പ് പൊടി ഇട്ടിട്ട് 1/2 ബക്കറ്റ് വെള്ളം ഒഴിക്കും. ഉടനെ തുണിയിടുകയാണോ ചെയ്യുന്നത്? സോപ്പ് പൊടി അകത്ത് കിടപ്പുണ്ട്. എന്ത് ചെയ്യും? കൈ അതിനകത്തോട്ട് അടിയിലോട്ടിടും. എന്നിട്ട് നന്നായിട്ട് ചലിപ്പിക്കും, അടിക്കും. അടിച്ചടിച്ചടിച്ച് കഴിയുമ്പോൾ അടിക്കിടന്ന സോപ്പ് പൊതുകളെല്ലാം പൊങ്ങി 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 പതഞ്ഞ് പൊങ്ങി നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഓവർഫ്ലോ ചെയ്യും, പുറത്ത് ചാടും. ഇതാണ് ജ്വലിപ്പിക്കുക. നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കുക ചെയ്യുന്നത്. അതെവിടെയാ? അവിടെയാ കത്തുന്നത്, അകത്താ കത്തുന്നത്.
അപ്പൊ തിമോത്തിക്ക് പൗലോസിനെ കത്തെഴുതുമ്പോൾ പറയാണ്, നിനക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ നീ ഉജ്ജ്വലിപ്പിക്കണം. അത് ദൈവത്തെ ഏൽപ്പിക്കരുത്, നീ ജ്വലിപ്പിക്കുക. ഈ ജ്വലിപ്പിക്കുന്ന ശുശ്രൂഷകളാണ് അതിപ്രധാനമായി ഞാൻ പറയും കരിസ്മാറ്റിക് നവീകരണ കാലഘട്ടങ്ങളിൽ കരിസ്മാറ്റിക്കുകാർ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. 1967 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ കോളേജിലുള്ള യുവജനങ്ങള് 10-30ഓളം യുവജനങ്ങൾ 3-4 ദിവസം ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചപ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടായി. ലോകസഭയെ, കത്തോലിക്ക സഭയെ വലിയൊരു കാലഘട്ടത്ത് ഉണർവിലോട്ട് നയിച്ച അഭിഷേകം കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ആ ഉത്ഭവത്തോടു കൂടിയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയാണ് കരിസ്മാറ്റിക് നവീകരണം. ഹല്ലേലൂയ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കണം. പ്രധാനമായും നിങ്ങൾ നടക്കുമ്പോഴെല്ലാം പാട്ടുപാടി ഒന്ന് സ്തുതിച്ച് അതിന് പ്രത്യേകിച്ച് മാറിയിരിക്കേണ്ട ആവശ്യമില്ലെന്നേ. എൻ്റെ വീട്ടിലെ 2 മണിക്കൂർ നേരം ആണ് കുടുംബ പ്രാർത്ഥന. എവരിഡേ ഒരു 3/4 മണിക്കൂർ സമയമെങ്കിലും ഞാനും എൻ്റെ പിള്ളേരും, എനിക്ക് 8 ആൺമക്കളാണുള്ളത്, ഞങ്ങൾ 10 പേര് ഒന്നിച്ചിരുന്ന് അടച്ചിട്ട മുറിയിൽ ഒരു 3/4 മണിക്കൂർ മിനിമം പാട്ടുപാടി ആരാധിക്കാറുണ്ട്. വലിയൊരു അഭിഷേകം ഉണ്ടാകാറുണ്ട്. ദൈവത്തെ സ്തുതിച്ച് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചേ. കുടുംബമായിട്ട് ഇന്ന് ഈ കാലഘട്ടത്തെ എല്ലാവരും കുടുംബത്തിലുണ്ടല്ലോ, ഒന്നേർന്ന് നിങ്ങളൊന്ന് സ്തുതിച്ച് കൈയടിച്ച് സ്തുതിച്ചൊന്ന് ആരാധിച്ചേ കർത്താവിനെ. അവിടെ അഭിഷേകം സ്പ്രെഡ് ചെയ്യുന്നത് കാണാം, വ്യാപരിക്കും ഓരോ മക്കളിലേക്കും. ഈ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, നമുക്ക് പുതുതായിട്ട് വരാനുള്ളതല്ല, മേളിൽ നിന്ന് വരാനല്ല, നമ്മുടെ അകത്ത് വസിക്കുന്ന, സഹവസിക്കുന്ന, കൂടെ ഇരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും കണ്ണുകളെ അടച്ചുകൊണ്ട് ഒരു നിമിഷം എൻ്റെ ഉള്ളിൽ വാഴുന്ന ആത്മാവേ കത്തിപ്പടരണമേ. യെസ്, ആമേൻ. പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ അറിയാവുന്നവരെല്ലാം വാഴും ചേർന്ന് പാടിക്കേ, ഒന്ന് ആവർത്തിച്ചൊന്ന് പാടിക്കേ. ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ, ജീവജലത്തിനരൂപിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ആവർത്തിച്ചൊന്ന് പാടിക്കേ, ആവർത്തിച്ച്. ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, നിന്നിൽ നിറഞ്ഞ ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. Glory Jesus, hallelujah, hallelujah. കത്തിപ്പടരണമേ, പരിശുദ്ധാത്മാവേ എന്നെ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ കത്തിപ്പടരണമേ. ഓരോ മക്കളും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഒന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ ഉള്ളിൽ അവൻ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ അറിയുന്നില്ലേ? അവൻ നിന്റെ അകത്ത് വസിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്ന്, നിങ്ങളുടെ ഉള്ളിൽ അവൻ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ
ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹോളി ഹോളി ഒന്ന് വാ തുറന്ന് സ്തുതിച്ചേ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നോട് മക്കളെ, ഓ മക്കളെ, ദൈവത്തെ ഒന്ന് ആരാധിച്ച് സ്തുതിച്ചേ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, സഹായകനായ ആത്മാവേ, സഹായകനായ ആത്മാവേ, ഓ ആരാധന, 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 ആരാധന. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ഇത് വിശ്വസിക്കുന്ന ഈ സത്യം വിശ്വസിക്കുന്ന തലമുറകളായി മറയ്ക്കപ്പെട്ട ഈ സത്യം തിരിച്ചറിയുന്ന വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ആമേൻ പൊട്ടി പുറത്തേക്ക് വരും. പുറത്തുനിന്ന് അകത്തോട്ടല്ല. ഹല്ലേലൂയ. അവൻ ഒരിക്കലായി വന്നു. ഇനി നിന്റെ ഉള്ളിൽ നിന്ന് നീ ഒരു ഉറവയാകാൻ പോകുകയാണ്. നിന്റെ ഉറവയിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ, ശക്തി, അഭിഷേകം, അനോയിന്റിംഗ് ഒരു ഉറവയായി പൊട്ടി. ഒരു ഉറവയിൽ നിന്ന് പല അരുവികൾ ഉണ്ടായി. നിന്നിൽ നിറഞ്ഞ് അത് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അത് പുറത്തോട്ട് കരകവിഞ്ഞൊഴുകിയ മറ്റുള്ളവരിലേക്ക്, ദേശത്തിലേക്ക്, സമൂഹത്തിലേക്ക്, കുടുംബത്തിലേക്ക് ഓവർഫ്ലോ ചെയ്യുക. നീ ഒരു ഉറവയാകുക പരിശുദ്ധാത്മാവിന്റെ. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, നൽകുന്ന, സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്ന വ്യക്തിയായി, പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന വ്യക്തിയായി ഇതാ നിങ്ങൾ മാറ്റപ്പെടുക. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ മറ്റുള്ളവരുടെ മേൽ ആത്മാവ് ഒന്ന് നിറഞ്ഞു. അനന്യാസ് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ പൗലോസിന്റെ അഭിഷേകത്താൽ നിറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ ഇനി ചോദിക്കുന്നവരായി മാറുകയല്ല, കൊടുക്കുന്നവരായി മാറുക. ചോദ്യം നിർത്തി ആത്മാവിനെ കൊടുക്കുന്നവരായി മാറുക. അതാണ് അഭിഷേകം. ഈ അഭിഷേകം തിരിച്ചറിയുക. യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നു, ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ അഭിഷക്തരാണ്. ഇത് തിരിച്ചറിഞ്ഞേ പ്രിയമുള്ളവരെ, ഇതും തിരിച്ചറിഞ്ഞേ. ഈ അഭിഷേകത്തിന് വേണ്ടി ഒന്ന് ജ്വലിച്ചേ. നിങ്ങൾ തന്നെ അതിനെ ശ്രമിച്ചേ. വചനം വായിച്ചേ. കൂടെ നന്നായിട്ട് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചേ. നമുക്ക് ദാഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. ആമേൻ, ആമേൻ. നിറയണമേ, എന്നിൽ നിറയണമേ. അഗ്നിയായി തീനാവായി നിറയണമേ.